ഇയാളെങ്ങനെ ഉണർന്നത്? ഓ നോ, ഈ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ് കണ്ടോ എന്തായാലും സംശയിക്കും. ഫൈനലി മിഷൻ അക്കംപ്ലിഷ്ഡ്. എൻ്റെ ഒരു അവസ്ഥ, 5 സ്റ്റാർ ഭക്ഷണം കഴിച്ചിരുന്ന ഞാൻ ഇന്ന് ഉണങ്ങിയ ബ്രെഡ് കഴിക്കുന്നു. എന്നെ പറ്റി അല്ലെങ്കിലും എൻ്റെ ഇമേജിനെ പറ്റിയെങ്കിലും ഒന്ന് ഓർക്കണ്ടേ. ബ്രെഡിന് പകരം പിസ്സ എങ്കിലും തന്നാൽ മതിയായിരുന്നു. ഒരു റോക്ക് സ്റ്റാറിന് ഇവിടെ ഒരു വിലയില്ലെന്ന് വെച്ചാ. അല്ലയോ ബ്രെഡേ, നീ എത്ര ഭാഗ്യവാനാണെന്നറിയാമോ? നീ ശരിക്കും സന്തോഷിച്ചോ? ഒരു റോക്ക് സ്റ്റാറിന്റെ വയറ്റിലേക്കാ പോകാൻ പോകുന്നേ. സ്മൈൽ സ്മൈൽ. നിനക്കൊരു ദയയും തോന്നില്ലേ? ഞങ്ങൾ എല്ലാവരും ഇവിടെ വിശന്ന് മരിക്കാറായിരിക്കുമ്പോ ഇത്രയും ടേസ്റ്റിയായ ഫുഡൊക്കെ കഴിക്കാൻ? അത് മാത്രമല്ല, ഒരു ട്രേ നിറച്ച് കൊണ്ടുവന്നിരിക്കുക. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വിശന്ന് മരിക്കാൻ. അടുക്കളയിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ദൈവം 2 കൈയും തന്നിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി അത് കഴിക്കണം. ഇന്ന് പരിപ്പ് നന്നായി വെച്ചിട്ടുണ്ട്. സ്മെൽസ് ലൈക്ക് ഹെവൻ. പിന്നെ ഈ കുറുമ, ഇത് നിങ്ങളുടെ ഫേവറേറ്റ് അല്ലേ? എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ട്. എന്താ ഇപ്പൊ ചെയ്യാ? ഇവളെ ഫുഡ് മുഴുവൻ അടിച്ചു മാറ്റി കഴിച്ചാലോ? പക്ഷെ എങ്ങനെ? പ്രിയ, ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. എന്താ അവന്റെ പേര്? പനീർ അല്ല, റോണി. റോണി അവൻ വന്നിരുന്നു കേട്ടോ നിന്നെ അന്വേഷിച്ചിട്ട്. എന്തോ പറയാനുണ്ടെന്ന്. വളരെ അർജന്റാന്നാ പറഞ്ഞേ. എപ്പോഴാ വന്നത്? ഇപ്പോ 2 മിനിറ്റ് ആയിട്ടുണ്ടാവും. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഞാൻ എന്തോ ഒരു അർജന്റ് ജോലി കൊടുത്തിരുന്നു, അതിനായിരിക്കും. പോയി നോക്കിട്ട് വരാം. ഇത് എന്റെ ഭക്ഷണം. ഞാൻ ഇപ്പൊ തിരിച്ചു വരും. ഇതിൽ നോക്ക കൂടി ചെയ്യരുത്. എന്റെ ഭക്ഷണത്തിന് കണ്ണു വെക്കരുത് പോലും. എടി, കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ. ഈ റോക്ക് സ്റ്റാർ അവീരെടുത്ത് അവളെ കളി. നല്ല വെജിറ്റബിൾ കുറുമ എന്റെ ഫേവറേറ്റ് ആണ് മോളെ. ബാക്കി ഞാൻ വച്ചേക്കാം. എത്ര ദിവസത്തിന് ശേഷം ഞാൻ നിങ്ങൾക്കായി ഭക്ഷണം ഉണ്ടാക്കിയത്. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെ സന്തോഷത്തോടെ കഴിച്ചാൽ മതി. എന്റെ വയറ് നിറയും. ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഓൾ. ഞാൻ സുമിത് ശങ്കർ. ഗണേശോത്സവത്തിൻ്റെ ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഗണപതി ഭഗവാന്റെ സമക്ഷത്തിൽ അദ്ദേഹത്തെ ദർശിക്കാം, അദ്ദേഹത്തെ പൂജിക്കാം. പിന്നെ അദ്ദേഹത്തിന് മുമ്പിൽ പാട്ടും നൃത്തവുമായി നമ്മുടെ ഭക്തിയും നമ്മുടെ ഭാവനയും പ്രകടിപ്പിക്കാം. ഇന്ന് നടക്കുന്ന ഈ ഫംഗ്ഷൻ, ഇതിൽ നിന്നും എത്ര ഡൊണേഷൻ നമുക്ക് കിട്ടുന്നുവോ ആ കിട്ടുന്ന തുകയെല്ലാം തന്നെ ഗണപതി ഭഗവാന്റെ ക്ഷേത്രം നിർമ്മിക്കുവാനായി ഉപയോഗിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വരൂ, ഹൃദയം തുറന്ന് ദാനം നൽകൂ. ഈ പുണ്യപ്രവൃത്തിയിൽ നിങ്ങൾക്ക് കഴിയാവുന്നത്ര തന്നെ കോൺട്രിബ്യൂഷൻസ് നൽകൂ. ഇനി അടുത്തതായി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്രിയ ആൻഡ് പ്രത്യുഷ ബാലാജി. ഇവരുടെ 2 പേരുടെയും മനോഹരമായ ഒരു നൃത്തത്തോടെ നമ്മുടെ ഈ
തരികിട ചില്ലന്തപ്പിൽ ചിന്നി ചിന്നി കണ്ണും ചിമ്മുന്നേ. കല്ലും നെല്ലും ഇളക്കിക്കാവിൻ ചില്ലത്തെത്തി ചെല്ലച്ചെറുപൂരം. പുതുപൂരം കാണാനായി ജനമാടിപ്പാടി പാരാവാരം പോലെ പോരുന്നേ. അങ്കിടമേളം കൊട്ടി കയറവ ചെങ്കിലതാളം തകതമി തകതനു. അങ്കിടമേളം കൊട്ടി കയറവ ചെങ്കിലതാളം തകതമി തകതനു. തരികിട തരികിട തെളിയത് പല പല നിറനിറ ഒഴുകിയ കുടയുടെ നിര നിര അടിമുടി അടിതട മേളം പഞ്ചാരി. ചെല്ലം തരികിട ചില്ലം തപ്പിൽ ചിന്നി ചിന്നി കണ്ണും ചിമ്മുന്നേ. കല്ലും നെല്ലും ഇളക്കിക്കാവിൻ ചില്ലത്തെത്തി ചെല്ലച്ചെറുപൂരം. അതിലൊരു തിരിവലതിരി നാളം ഇളകിടമൊരു പുലരി ഗജരാജൻ പൊന്നിൻ കോലം എന്തിപ്പോരുന്നേ. കൂത്തും തെരുവിതിലൊരു മണിമയിലാട്ടം ചുവടുകളടി പതറവെ അതിരാണിപ്പാടം നീളയാളും കൂടുന്നേ. തീയാട്ടിൻ താളമുണർത്താൻ വാ തിറയുടെ ദീപന്റെ ചൂടിലൊതുങ്ങാൻ വാ. അടിയും കളയും തുടരും പലയുടെ ചുവടും പൊരുളും അറിയാനിതുവഴി മണലാറിയ ചെറുകും അങ്ങനെ ആ മോശമായ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആ പ്രിയ എല്ലാവരുടെ മുന്നിൽ പെർഫോം ചെയ്തിട്ട് ഈ റോക്ക് സ്റ്റാറിനെ ഒരു ജോക്കറാക്കിയിരിക്കുകയാണ്. സോറി, ആർ യു ഓക്കേ? ഫൈൻ ഫൈൻ. നമസ്കാരം പ്രിയ മാഡം. നമസ്കാരം. ഞങ്ങൾ സിദ്ധേശ്വര ഗണനായക മന്ദിര കമ്മിറ്റിയിൽ നിന്ന് വരുന്നവരാണ്. ഇത് പ്രിയ മാഡത്തിന്റെ വീട്ടിനടുത്തുള്ള മന്ദിരം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ മന്ദിരത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പ്രിയ മാഡത്തിന്റെ സഹായവും നമുക്കിപ്പോൾ വേണം. ഈ ഗണേശ ചതുർത്ഥിക്ക് ഗണേശ വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ അഭിസാർ അവിടെ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മാഡവും സാറുമായി വന്ന് മന്ദിരമൊക്കെ ഒന്ന് കാണണം. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾ ഡൊണേഷനും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ആ ഡൊണേഷൻ ഞങ്ങൾ അത് മന്ദിരത്തിന്റെ റിനോവേഷന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ശ്രമവും ചിന്തയും വളരെ നല്ലതാണ്. പക്ഷേ മോനെ, എൻ്റെ മകൻ അതെന്തായാലും ചെയ്യത്തില്ല. എന്തെന്ന് വെച്ചാൽ അവന് ഭഗവാനിൽ ഒട്ടും വിശ്വാസമില്ല. അച്ഛമ്മ, എന്തായാലും ഇപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ് മോനെ, എൻ്റെ മോളെ ഒരു മിനിറ്റ് എൻ്റെ കൂടെ വാ. ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് നന്നായി അറിയാം, അവൻ വിശ്വസിച്ചിരുന്നു. അത് നിനക്ക് വേണ്ടി. പിന്നെ നിനക്ക് വേണ്ടിയിട്ടും അവൻ മന്ദിരത്തിൽ പോയിരുന്നു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ പൈസയുടെ കാര്യം കേട്ട അവൻ ദേഷ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ തടയുന്നത്. അച്ഛമ്മ, അതിനെപ്പറ്റി അധികം ചിന്തിക്കണ്ട. അദ്ദേഹത്തെ സമ്മതിപ്പിക്കുന്ന എന്റെ കടമയാ. നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കണ്ട. ഇത്തവണത്തെ ഗണേശോത്സവത്തിന് ഭഗവാൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ അനുഗ്രഹിച്ച് നൽകുന്നതാണ്. മാഡം, വളരെ നന്ദിയുണ്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പ്ലീസ്, അങ്ങനൊന്നും പറയണ്ട. ഇതെല്ലാം നടത്തുന്ന ഭഗവാൻ തന്നെയല്ലേ. പിന്നെ ഞങ്ങൾക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വേണമല്ലോ. ഞങ്ങൾ എന്തായാലും വരാം. ശരി മാഡം. വെറുതെ ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ വരാവേ. എന്റെ ഭഗവാനെ, എല്ലാം നേരെ തന്നെ നടത്തി തരണേ. പിന്നെ അവിയെ അനുസരിപ്പിക്കുന്നത് ശരിക്കും അങ്ങയുടെ ജോലിയാണ്. സോ ഇവിടുന്ന് സൈൻ ചെയ്യണം. എന്താ? ഇവിടുന്ന് സൈൻ ചെയ്യണമെന്ന്. പത്മ, സൈൻ അല്ല, ഓട്ടോഗ്രാഫ്. ഓൾറൈറ്റ്, ഓട്ടോഗ്രാഫ്. സർ, ഓക്കേ, പിന്നെ ഇനിയുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ കയ്യിൽ ഇങ്ങനെ ഓട്ടോഗ്രാഫ് എഴുതി തരാം. നീ അതാ പേപ്പറിലേക്ക് പകർത്തിക്കോ. നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു കാണുമല്ലോ. എന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റേ, എനിക്ക് അവിടെ ഇരിക്കണം. നിനക്കെന്നെ മടിയിലിരിക്കുന്നു. പത്മ, നീ എന്താ നിൽക്കുന്നേ? ഇവിടെ വന്നിരുന്നേ. നീ എന്താ പറഞ്ഞു വന്നേ?
ഓഹോ. ഫേവറേറ്റ് പില്ലോ. മൈ ന്യൂ സോങ്. ചേച്ചി ഞാൻ അകത്തേക്ക് വരട്ടെ? യെസ് റോണി, പ്ലീസ് കം ഇൻ. ചേച്ചി ദേ ഇതാ ചേച്ചി പറഞ്ഞ ഇൻവിറ്റേഷൻ. ഇതാ അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കുക. ഗണേശോത്സവത്തിന്റെ മംഗളവും പരിപാവനവുമായ അവസരത്തിൽ ഞാൻ അഭിഷേക് പ്രേം മേനോൻ ഈ പറയുന്ന ദിനം ഫെബ്രുവരി 20, 2020 ഗണേശ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയിലും പിന്നെ തുടർന്നുള്ള പൂജയിലും താങ്കളുടെയും കുടുംബത്തിന്റെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് താങ്കളും താങ്കളുടെ കുടുംബവും ഒത്തുചേർന്ന് വന്ന് മന്ദിരം ദർശിക്കണം, ഭഗവാന്റെ ആശീർവാദവും സ്വീകരിക്കണം. ഇത് കൊള്ളാലോ ചേച്ചി. പത്മ, ഇപ്പൊ ഇദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞില്ലേ, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? എക്സ്ക്യൂസ് മീ മിസ്റ്റർ, നിങ്ങൾക്ക് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞൂടെ? സാർ തമാശ പറയാണോ? സാർ ഞാനിത് പച്ച മലയാളത്തിലല്ലേ വായിച്ചത്. ആഹാ, മലയാളത്തിലാണോ? നീ ഒരു കാര്യം ചെയ്യാം, അത് ഇംഗ്ലീഷിൽ കൂടി ഒന്ന് പറഞ്ഞതാ. സാർ എനിക്ക് അത്രയ്ക്ക് നല്ല ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് സാർ സാറിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അസിസ്റ്റന്റിന്റെ അടുത്ത് പറഞ്ഞു തരാൻ പറയും. വിട്ടേക്ക് റോണി, ഞാൻ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാം. ട്രൈ. ഹായ്, ഐ ആം അഭി, ദ റോക്ക് സ്റ്റാർ. 28 ഫെബ്രുവരിയിൽ ഞാൻ ഗണേശോത്സവത്തിന് പോവുകയാണ്. സോ ഐ വുഡ് റിക്വസ്റ്റ് യു, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം വരണം. എന്നിട്ട് ഗണേശ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് വാങ്ങണം. താങ്ക് യു, അഭിഷേക് മേനോൻ. ഈ ഗണേശോത്സവത്തിന്റെ പ്ലാൻ ആരാ ചെയ്തേ? ഞാൻ. പിന്നെ എന്നെ കൊണ്ടുചെല്ലാനുള്ള ഐഡിയ ആരുടേതായിരുന്നു? ഞാനല്ലാതെ അങ്ങനെ ഒരു ഡിസിഷൻ ആരെടുക്കും? പിന്നെ ഒന്നുകിൽ നീ ആ ഇൻവിറ്റേഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നിന്റെ ആ തീരുമാനം തന്നെ അങ്ങ് മാറ്റിയേക്ക്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതിലൊന്നും വരാൻ പോകുന്നില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ചോദിക്കുകയല്ല നിങ്ങളോട്, ഞാൻ പറയുകയാണ്. നിങ്ങൾ എവിടെ പാടണം, എന്ത് പാടണം എന്നെല്ലാം ഞാൻ ഡിസൈഡ് ചെയ്യും. നോക്കൂ സിദ്ധാർത്ഥ്, അതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചിലപ്പോൾ ചെയ്തു വരും. പക്ഷെ ഇപ്പൊ പറഞ്ഞതേ എന്റെ ലിസ്റ്റ് പോലും ഇല്ലാത്ത കാര്യങ്ങളാ. സോറി. അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് എന്തിനാ? ലിസ്റ്റ് എന്റേതാ. ഞാൻ പറയുന്നത് പോലെ എന്തായാലും ചെയ്തേ പറ്റൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പക്ഷേ റോക്ക് സ്റ്റാർ ഗണേശോത്സവത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾ ഒരു റോക്ക് സ്റ്റാർ അല്ലേ? നിങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും, ഒരുപാട് ഡൊണേഷൻസ് കിട്ടും, അങ്ങനെ ഒരുപാട് പൈസ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പോകാൻ പറഞ്ഞത്. അപ്പൊ നീ ഗണേശോത്സവത്തെ കാശുണ്ടാക്കാനുള്ള പരിപാടിയായിട്ടാണല്ലേ കാണുന്നത്? ഇപ്പൊ നിന്നെ കുറിച്ചൊരു പാട്ട് പാടാൻ തോന്നുന്നു എനിക്ക്. ഹേയ് പൈസ പൈസ പൈസ. നീ എന്തിനാ കളിക്കുന്നേ? സോറി, അവളെ പാട്ടല്ലേ? നിങ്ങളല്ലേ പഠിപ്പിച്ചത്? നിങ്ങളല്ലേ പറയാറ് പൈസ പൂജിച്ച പൈസ എപ്പോഴും കൂടെ കാണുമെന്ന്? ഞാൻ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുമ്പോ നീ അവരെ മണ്ടന്മാരാക്കാൻ നോക്കുകയാണല്ലേ? നിങ്ങളും അവരെ മണ്ടന്മാരാക്കല്ലേ ചെയ്യുന്നത്? സ്നേഹത്തിന്റെ പാട്ടും പാടി പൈസ പിടിച്ചു പറിക്കുന്നു. അവരെനിക്ക് സ്നേഹത്തിന്റെ ഉപഹാരമാ തരുന്നേ. ഞാൻ ആൾക്കാരുടെ മുന്നിൽ ഭഗവാന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നത് മനസ്സിലായോ? നീ എന്നെ വിരൽ ചൂണ്ടി പേടിപ്പിക്കുന്ന. നിങ്ങൾ എന്റെ നേരെ കൈ ഉയർത്തിയോ? നിങ്ങൾ എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കല്ലേ? ഉയർത്തുക മാത്രമല്ല, നിന്നെ ഈ ലോകത്ത് നിന്നെ അടുത്ത് ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കൈ കൊണ്ടെങ്കിൽ വാ, ആരാരെ അടുത്ത് പൊക്കുന്നു കാണാം. 10-15 കിലേ ഉള്ളൂ, എന്നിട്ട് വലിയ ഫയൽ വാൻ എന്ന വിചാരം. ഒരു വലിയ ഫയൽ വാൻ. നിങ്ങള് റോക്ക് സ്റ്റാർ അല്ല, ഒരു മണ്ണാങ്കട്ടയല്ല. മണ്ണാങ്കട്ടെന്ന് വിളിച്ചല്ലേ? അപ്പൊ നിങ്ങൾ എന്നെ ഫയൽ വാൻ എന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? ആണല്ലോ. നിങ്ങൾ എന്നെ കളിയാക്കിയല്ലേ? ഇപ്പൊ തന്നെ കാണിച്ചാരോ ഞാൻ ശരിക്കും ആരാന്ന്? എന്നെ കളിയാക്കിയിട്ട് നിങ്ങൾ ഒരു പരിപാടിക്ക് പോകും. നിങ്ങളെ ഞാൻ വീടിന് പുറത്തിറങ്ങില്ല. എനിക്കറിയാം നിങ്ങൾ എങ്ങനെ പോകുന്നു. ഞാൻ പോവൂടി. അങ്ങനെ നിങ്ങൾ എവിടെ പോവില്ല. ഞാൻ ഉറപ്പായിട്ടും പോവും. പോവില്ല എന്ന് പറഞ്ഞ പോവില്ല തന്നെ. പോവും പോവും പോവും. പത്മ, നീ കേട്ടോ നിന്റെ ബോസ് എന്താ പറഞ്ഞെന്ന്? സാറ് പറഞ്ഞു സാറ് പോകാന്ന്. റാണി, നമ്മുടെ ജോലി കഴിഞ്ഞു, പോവാം. ശരി ചേച്ചി. പത്മ, നിന്റെ ബോസിനോട് പറയണം അന്ന് പാടുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പാടണമെന്ന്. ഓക്കെ പത്മ? ഓക്കെ, ബൈ. പത്മ, നീ എന്റെ സെക്രട്ടറി ആണോ അതോ അവളുടെയോ? സർ, സാറിന്റെ എന്താ ഒരു കള്ളം പറഞ്ഞുകൂടായിരുന്നോ? സർ, കള്ളം പറയുന്ന എന്റെ ലിസ്റ്റിലേ ഇല്ല. പിന്നെ എന്തൊക്കെയാ നിന്റെ ലിസ്റ്റിലുള്ളേ? സർ, നാണെ വരുന്നു. ഓ എന്റെ ദൈവമേ. ഓ, നിനക്ക് ആദ്യമേ പറയാമായിരുന്നില്ലേ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? നീ എന്നെ ഉയർത്താനല്ല താഴ്ത്താൻ ആഗ്രഹിക്കുന്നേ. നിങ്ങൾ സ്ട്രോങ് ആണെന്നല്ലേ നിങ്ങളുടെ വിചാരം? എന്നാ എന്റെ കോൺഫിഡൻസ് അതിനേക്കാളും ഇരട്ടിയാ. എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്റെ ഹൃദയം കിടന്ന് ഇടിക്കുക. ഇത് എന്റെ ടൈപ്പിലുള്ള ഷോ ഒന്നും അല്ല. ഇതേ നോക്കിയേ, എല്ലാവരും ഗണപതി ഭഗവാന്റെ കാര്യം പറഞ്ഞ വിഷയുന്നേ. ഗണപതി ഭഗവാൻ വിജയിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവരും ഇതാ വിഷയ.
എങ്കിൽ പിന്നെ അവിടെ ചെന്ന് വിഷ് ചെയ്തൂടെ? എന്തിനാ എന്റെ അടുത്ത് ഒന്ന് വിഷ് ചെയ്യുന്നേ? നിങ്ങളോട് ആരാ പറഞ്ഞത് ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിത്തിരിയാൻ? മര്യാദയ്ക്ക് പോയ VIP ലോഞ്ചിൽ മിണ്ടാതെ ഇരുന്നാ പോരെ? പോയി അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം. എനിക്കിങ്ങനെ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് നടക്കാൻ പറ്റില്ല. ഒരുപാട് എനിക്ക് ജോലിയുണ്ട്. നന്നായിട്ട് അറിയാം എന്തുമാത്രം കാര്യങ്ങളാണ് നിനക്കുള്ളതെന്ന്. നിന്റെ കണ്ണെപ്പോഴും ആ കളക്ഷൻ ബോക്സിലാണല്ലോ. അതിൽ എന്തുമാത്രം കളക്ഷൻ ഉണ്ടെന്ന് അറിയാൻ. അതിനു വേണ്ടിയാണല്ലോ നീ ഓടി നടക്കുന്നേ. അതൊക്കെ പോട്ടെ, ഒരു കാര്യം പറ. എപ്പോ മുതലാണോ നീ എന്റെ അവകാശങ്ങളൊക്കെ കൈക്കലാക്കിയത് അന്ന് മുതൽ ഞാൻ നിന്റെ സോഴ്സ് ഓഫ് ഇൻകം ആണല്ലോ. പിന്നെ നീ എന്തിനാ ഭഗവാനെ ഉപദ്രവിക്കാൻ പോകുന്നേ? എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ എന്റെ പെർമനന്റ് സോഴ്സ് ഓഫ് ഇൻകം ആന്ന്. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് സമ്പാദിക്കുന്നതിലും ഒരു രസമൊക്കെ ഇല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ സമ്പാദിക്കുമ്പോ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അറിയാമോ, നിന്നെ പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ഭഗവാന്റെ മേലുള്ള എന്റെ വിശ്വാസം കൂടി ഇല്ലാതാവുന്നേ. ഇന്നത്തെ കാലത്ത് നിന്നെ പോലുള്ളവർ ഭഗവാന്റെ പേരും പറഞ്ഞ് കാശുണ്ടാക്കുമ്പോഴേ ആ ഭഗവാൻ തന്നെ നിനക്കൊന്നും ഒരു ശിക്ഷയും തരുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഭഗവാൻ അറിയാം ആർക്കൊക്കെ എന്ത് ശിക്ഷ കൊടുക്കണം കൊടുക്കണ്ട എന്നൊക്കെ. നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ജോലി ചെയ്യും. പെർഫോമൻസ് നന്നാവണം. അത് നന്നായില്ലെങ്കിൽ അറിയാലോ, നിങ്ങളുടെ ഫാൻസ് ഡിസപ്പോയിന്റഡ് ആവും. ഡിസപ്പോയിന്റഡ് ആവുന്നതേ നീ ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാതിരിക്കുമ്പോഴേ നിന്റെ എല്ലാ സ്പോൺസേഴ്സും ഇവിടെ നിന്ന് ഓടിപ്പോവും. അപ്പൊ നിന്റെ കളക്ഷനും ഡൊണേഷനും ഒക്കെ ഒറ്റയടിക്ക് അങ്ങ് സ്റ്റോപ്പ് ആവും. നോ, അങ്ങനെ ചിന്തിക്കാൻ കൂടി പാടില്ല. കാരണം ഇതൊന്നും എന്നെ അല്ല ബാധിക്കുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ റെപ്യൂട്ടേഷൻ, അതൊക്കെ പ്രോബ്ലത്തിലാവുക. പിന്നെ ഇവിടെ വരുന്ന ഡൊണേഷനും കളക്ഷനും ഒക്കെ ഉണ്ടല്ലോ, അത് ഭഗവാന്റെ പേര് വരുന്നതാ. നിങ്ങൾ ഇതിനൊരു നിമിത്താവുന്നേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ ഷോ ഹിറ്റ് ആക്കണോ ഫ്ലോപ്പ് ആക്കണോ എന്ന്. ചെല്ലു, റൂമിൽ ചെന്ന് വിശ്രമിക്കൂ. ഹേയ് സ്വീറ്റ് ഹാർട്ട്, ഇപ്പൊ വിശ്രമം ആവശ്യമുള്ളതേ നിനക്കാണ്, എനിക്കല്ല. അതൊക്കെ നമുക്ക് ഷോ കഴിഞ്ഞ് തീരുമാനിക്കാം. ചെല്ലു. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആലിയ, താങ്ക് ഗോഡ് നീ ഇവിടെ ഉണ്ടല്ലോ. നീ എന്താ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എന്ത് പറ്റി? ടെൻഷൻ അടിക്കണ്ടല്ലേ നടന്നേ. ആ പ്രിയക്ക് അറിയത്തില്ല അവളുടെ മനസ്സിൽ എന്താ പോയിക്കൊണ്ടിരിക്കുന്നെന്ന്. അവളൊരു വലിയ ഇവന്റ് ഓർഗനൈസ് ചെയ്യാ. എന്ത് ഇവന്റാ? ഗണപതി ഇവന്റ്. യാ റൈറ്റ് തനു. വീട്ടിൽ ആരും ഇന്നേ വരെ ഒരു ഇവന്റ് പോലും പ്ലാൻ ചെയ്തിട്ടില്ല. അത് വലിയൊരു കാര്യം തന്നെ. ബിഗ് ഡീൽ യാ. ആലിയ, പ്രിയയുടെ ഇവന്റ് വളരെ വ്യത്യസ്ത. ഇതിൽ അവൾ അഭിയെ ഉൾപ്പെടുത്തുന്നുണ്ട്. അവൻ കാരണമാണ് അവൾക്ക് ഓർഗനൈസറിനെ കിട്ടിയതും ഡൊണേഷൻ കിട്ടാൻ പോകുന്നതും. ഐ ആം ടെല്ലിംഗ് യു, പ്രിയയെ പോലെ മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. അതുപോലെ എന്നെക്കാളും വലിയ ഗെയിം ചേഞ്ചറിനെ അവളും കണ്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെയുള്ളൊരു ഗെയിമാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അതോടെ അവളുടെ അഹങ്കാരവും തന്റെ ഒക്കെ അങ്ങ് അവസാനിച്ചോളും. മുഴുവൻ ഷോയും ഫ്ലോപ്പ് ആവും. ആൻഡ് പിന്നെ ഒരു കാര്യം കൂടി, ഷോയിൽ അവൾക്ക് വീഴ്ച പറ്റിയ പിന്നെ നമ്മുടെ ഊഴമാണ്. ഡൊണേഷനും പൈസയും അവൾക്കുള്ളതായിരിക്കും, പക്ഷെ പൈസ എത്തിച്ചേരുന്നത് നമ്മുടെ പക്കലും. എന്നുവെച്ചാ പണിയെടുക്കുന്നത് അവളും, പണം കിട്ടാൻ പോകുന്നത് നമുക്കും. തനു, ഞാനിപ്പോ ഇതല്ലേ പറഞ്ഞത്. പറയ് രാജേട്ടാ, എങ്ങനെയുണ്ട് ഐഡിയ? ഐഡിയ നല്ലത് തന്നെയാ, പക്ഷെ ഇതിലും നല്ലൊരു പ്ലാൻ നമുക്ക് തയ്യാറാക്കണം. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ രണ്ടാളും തലേന്നും പോയിക്കണ്ട. എന്താന്ന് വെച്ചാൽ ഇതൊരു വലിയ ഇവന്റാ. വലിയ ഇവന്റ് ആകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. അതായത് ആരുടെയെങ്കിലും ഒരു ചെറിയ പാളിച്ച കൊണ്ട് പോലും എല്ലാം പൊളിയാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ വരുന്ന ഷോ ആയതുകൊണ്ട് നീക്കം ബുദ്ധിപരമായിരിക്കണം. ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനർത്ഥം ഡൊണേഷനും ഒരുപാട് കിട്ടാൻ പോകുന്നു എന്നാണ്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ ഡൊണേഷന്റെ പൈസ എവിടെ വെച്ചിരിക്കുന്നതെന്ന്? അത് നമുക്ക് ആലോചിക്കാൻ തന്നെ. ഹലോ. പക്ഷേ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതും നോക്കണം. അതായത് നമ്മളോട് രാജേട്ടൻ പറഞ്ഞ കാര്യമില്ലേ, അത് നടക്കോ ഇല്ലയോ എന്ന്. പക്ഷേ രാജേട്ട സെക്യൂരിറ്റിയുടെ കാര്യമൊക്കെ കംപ്ലീറ്റ് ആക്കിയല്ലോ അല്ലേ? ഡോണ്ട് വറി, ആ പ്ലാനും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഒരുപാട് പവർഫുൾ ആയതുകൊണ്ട് സെക്യൂരിറ്റി മാത്രമല്ല പോലീസിനെ സൂക്ഷിക്കണം. ഞാനൊരു കാര്യം ചെയ്യാം, അവർ വന്നിട്ടുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ വരാം. പിന്നെ പ്രിയയുടെ മേലൊരു കണ്ണ് വേണം. കാരണം നോക്കണം, അവൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ നോക്കിയാലോ. ഇനി ഇതും കൂടിയല്ലേ ബാക്കിയുള്ളൂ, ആ പ്രിയയുടെ മേലൊരു കണ്ണ്. ശരി, ഫൈൻ, ഞങ്ങൾ അവളെ ശ്രദ്ധിച്ചോളാം. ജീവിതം മാറി മറിയാന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് തനു. കണ്ട എങ്ങനെയാ ഇവളുടെ ജീവിതം മാറി മറിഞ്ഞാന്ന്.